പ്രിയപ്പെട്ടവർ, ബന്ധുജനങ്ങൾ, മരണം ഒരു വിരാമമല്ല എന്നുള്ളതൊരു സത്യമാണ്. പലപ്പോഴും നമ്മൾ മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് അന്ത്യം കുറിച്ചിരിക്കുന്നു. എന്നാൽ അത് അന്ത്യം കുറിക്കുന്ന ഒരു അനുഭവമാണ്. മറിച്ച് ഒരു പുതുമയിലേക്കുള്ള പ്രവേശനത്തിന് മുഖാന്തരമാകുന്ന ഒരു ചവിട്ടുപടിയാകുന്നു മരണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത് ആവശ്യമായിരിക്കും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മരണം ഒരു പുതുമയിലേക്ക് നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. ഒരു പുതിയ ജീവിത തലത്തിലേക്ക് പോകുവാനായിട്ട് പ്രത്യേകമായിട്ട് ശുശ്രൂഷകളൊക്കെ നിർവഹിക്കുമ്പോൾ അത് നമ്മളെ ആഹ്വാനം ചെയ്യുന്നു, നമ്മളെ പ്രബുദ്ധരാക്കുന്നു. ഈ ഒരു ആശയമായിട്ട് ബന്ധപ്പെട്ട പലപ്പോഴും അത്തമാസഭയിലെ അത്തനേഷ്യസ് തിരുമേനി പറയാറുള്ളൊരു കാര്യമുണ്ട്. ഇവിടെ നടക്കുന്ന ശുശ്രൂഷ ജനങ്ങൾക്കുള്ളതാണ്, എന്നാൽ സംസ്കാരം നമ്മൾ വേർപെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കുള്ളതാണ്. അതായത് ഡെഡ് ബോഡിക്കുള്ളതാണ് സംസ്കാരം, നമുക്ക് വേണ്ടിയുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുവാനായിട്ട് ഇതാണല്ലോ നമ്മുടെ അന്ത്യം. എന്നാൽ എപ്രകാരം ഈ ലോകത്ത് നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ഈ വലിയൊരു ആഹ്വാനം, ക്രിസ്തീയ മർമ്മവും ദൈവവചനത്തിൽ നിന്നുള്ള ആശയമൊക്കെ സംവേദിക്കുന്ന ഒരു പ്രത്യേക അനുഭവം ശുശ്രൂഷയാവുന്നു. ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ ഓടുന്ന നമ്മളെല്ലാവരും നമ്മളെ തന്നെ വിലയിരുത്തേണ്ടത് ആവശ്യം. ഇത്തരണത്തിൽ ദാവീദ് രാജാവ് ബേർശേബയിൽ ജനിച്ച ആദ്യ മകൻ നഷ്ടപ്പെട്ടപ്പോൾ പറയുന്ന ഒരു വാക്യമുണ്ട്: എനിക്കിനി അവനെ മടക്കിക്കൊണ്ടുവരുവാനായിട്ട് സാധിക്കത്തില്ല, പക്ഷെ എനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. അവൻ പോയടുത്ത് ഞാനും ചെന്ന് അവനെ കാണും. അവൻ പോകുന്നിടത്ത് ഞാൻ ചെന്ന് അവനെ കണ്ട് ആ നിത്യസന്തോഷത്തിൽ പങ്കെടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കും. ഈ ഒരു വലിയ മർമ്മം ഗ്രഹിച്ചുകൊണ്ട് ദുഃഖത്തിലിരുന്ന രാജാവ് മകൻ്റെ മരണവാർത്ത കേട്ടതിന് ശേഷം കുളിച്ച് ഒരുങ്ങി തൈലം പൂശി ഭക്ഷണം കഴിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് അവിടെ പറയുന്നു. ഇത് ഒരു ക്രിസ്തീയ മർമ്മമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് ഇതിനപ്പുറമായിരിക്കുന്ന നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് സാധിക്കുന്നു. ഇനിയും നമ്മളിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മളിലേക്ക് കടന്നു വരുന്നില്ല. എന്നാൽ നമുക്ക് ഈ ലോകത്തിലായിരിക്കുമ്പോൾ, ഈ ഭൗമിക ശരീരത്തിലായിരിക്കുമ്പോൾ ചെയ്യുവാനായിട്ടുള്ളത് അവർ പോയിരിക്കുന്ന സ്ഥാനത്ത് ചെന്നെത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ ശുശ്രൂഷകളുടെ കടന്നു പോകുമ്പോൾ നമ്മളെ തന്നെ വിലയിരുത്തണം. കർത്താവേ, എനിക്കും ഈ ഒരു വലിയ പദവിയിലേക്ക് നിങ്ങളിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ചെന്ന് കാണുവാനുള്ള സാവകാശം ലഭിക്കും. അതിനായിട്ട് നമ്മളെ തന്നെ ഒരു വിലയിരുത്തലിൻ്റെയും ഒരു പുതുക്കലിൻ്റെയും ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നു. കൂടാതെ ഈ ഒരു പ്രത്യാശ എനിക്ക് ചെന്നിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഈ ഒരു വലിയ ക്രിസ്തീയ പ്രത്യാശയും ദുഃഖാർത്ഥരായിരിക്കുന്ന ഭവനാംഗങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്ക്, ബന്ധുജനങ്ങൾക്ക്, ഇവിടെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ഈ തരണത്തിന് വേണ്ടിയായിട്ടുള്ള അനുശോചനം അറിയിക്കുന്നു. എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ കമ്പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വിടാൻ ഞാൻ എന്നും മരിച്ചത് ഞാൻ എന്നും നിറഞ്ഞിരിക്കുന്നവനെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധമായ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും നമ്മൾ വാങ്ങിപ്പോയാശന്റെ ആത്മാവ് ദുഃഖത്തിലും വിലാപത്തിലും വേണ്ടി ഭയപ്പെട്ട എല്ലാ കാണാതിരിക്കും ഇപ്പോഴായിട്ട് ഉണ്ടായിരിക്കും. More
ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. നാമശോഭന നാട്ടിൻ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം. ഖേദം രോദനമങ്ങില്ലല്ലോ നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. സ്നേഹമാം സ്വർഗ്ഗദാതനുടെ സ്നേഹദാനത്തിനും നാൾക്കുനാം വീഴ്ചയേന്നി തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. ശോഭയേറുമോർ നാടുണ്ടത് കാണമേ ദൂരെ വിശ്വാസത്താൽ. താതൻ വാസം നാമോത്തൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വത്സലരേ അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ വത്സലരേ അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. ചെയ്യേണ്ട ജോലികൾ ചെയ്തു തീർത്തു.
വത്സലരേ അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. കന്യാമറിയത്തിൻ നിർമ്മലരാ മക്കളായി ഭൂമിയിൽ ജീവിക്കുവിൻ. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. പോകുന്നു ഞാനെൻ വത്സലരേ അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിന്ന് ബദ്ധപ്പെട്ടോടിടുന്നു. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. ആകയാൽ എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ
എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. ഭാരങ്ങൾ കൂടുന്നതിന് ഒന്നും വേണ്ട യാത്രയിൽ. അല്പം അപ്പം വിശപ്പിനു സ്വൽപ്പം വെള്ളം ദാഹിക്കൽ. അല്പം അപ്പം വിശപ്പിനു സ്വൽപ്പം വെള്ളം
വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ. നമ്മുടെ ഒരു അച്ഛൻ ഏകദേശം 80 വയസ്സോളം ഭൂമിയിൽ ജീവിച്ചത് ദൈവം വിളിച്ചതനുസരിച്ച് ദൈവത്തിന്റെ പക്കലേക്ക് നീങ്ങുകയാണ്. മക്കളെല്ലാം വളരെ നല്ല നിലയിൽ എത്തിച്ചിട്ട് അദ്ദേഹത്തിന്റെ ദൗത്യം വളരെ മനോഹരമായ ഒരു നിമിഷ നേരത്തേക്ക് നമുക്ക് ദുഃഖമുണ്ടെങ്കിൽ തന്നെയും ആ ദുഃഖങ്ങളെല്ലാം മറന്ന് ഈ ആത്മാവിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇവന്റെ ആത്മാവിനെ
പോലെയുള്ള സേനകളും ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാലുള്ള പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഇവരുടെ തെറ്റുകളെ ദയവാൻ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവരുടെ യാത്രയ്ക്കുള്ള സഹായം പരസ്യമായി കൊടുക്കണമേ. കൃപാപൂർണമായ വലകീകൾ നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്നവനെ ഉദ്ധരിച്ചുകൊള്ളണമേ. അദൃശ്യമായ ശക്തിയാൽ ഇവരെ സഹായിക്കണമേ. വിശ്വാസികളുടെ ഭയങ്കരമായ ഇവരെ രക്ഷിച്ചുകൊള്ളണമേ. ഇവരുടെ പ്രമാണത്തെ തക്കപോലെ ഇവരെ നിയോഗിക്കരുത്. തിരുസഭയിൽ സർവ്വം കുറ്റക്കാർ നീയാകുന്നല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായ തോന്നണമേ. ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന തിരുനാമത്തെ മഹാകരുണയെ നിങ്ങൾ ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടായതിന്റെ അവസരസ്ഥാനവും നിങ്ങൾ അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഇവന്റെ മേൽ ഉദിപ്പിക്കുമാറാകണമേ. ഇവൻ വിശുദ്ധരാജ്യമുള്ള സ്ത്രീമ, ഇവൻ വിശുദ്ധന്മാർ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശ സംഭവമായി പോയിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശത്വമായ സമാധാനദോഷമായ ആഗ്രഹങ്ങളേറ്റാതെ പോകത്തക്കവണ്ണം നിന്റെ കരുണയിൽ ഉണ്ടാകുമാറാകണമേ. കർത്താവേ, തിരുനാഭന്മാരുടെ എത്തുന്നതുവരെ ഈ നിരനാഥന കോട്ടയിൽ ന്യായം സഹായമായിരിക്കണമേ. അവിടെ ആദ്യത്തെ മഹിമയിലാകുമാറാകണമേ. അബ്രഹാമിന്റെ വഴിയിൽ ശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഇവരെ നീ സംഗതിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധകരാജ്യങ്ങളെല്ലാവരെയും എല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വേടിപ്പുള്ളതും ആന്തരവും പാപരഹിതമാക്കി നിർത്താൻ അന്ധകാരങ്ങൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം നിങ്ങളും നിർവഹിക്കാൻ സഹായിക്കണമേ. ഉണ്ടാകണമേ. കർത്താവേ, കർമ്മനിങ്ങളെ കടാക്ഷിച്ചു ലഭിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും നൽകുകയും ചെയ്യണമേ. നിന്നെ ശ്രദ്ധിക്കുന്നവർക്ക് സ്ഥാനത്തോടെ ആവശ്യവും പ്രത്യാശയമായിരുന്നുകൊണ്ട് അവരുടെ മുഖത്ത് നീ കളയണമേ. ദൈവമേ, എന്ന് മധ്യാനുള്ള പ്രത്യാശയുണ്ട്. നിന്റെ അടുക്കിലേക്ക് തോളപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയമായ പ്രതിഷ്ഠിക്കുന്നവരുമായ നിങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും വ്യക്തിമാർക്കും നിങ്ങളെല്ലാവരും വഹിച്ചിരിക്കുന്ന നിന്റെ കൃപയാൽ ഭാഗ്യകരമായ ഫലങ്ങളിൽ വിശുദ്ധന്മാരുടെ കൂടെയുള്ള ആശ്വാസം നൽകി എതിരെ കാത്തിരിക്കുന്നു. കർത്താവെ, മുൻകൂട്ടിയും ഇവിടെ അവശേഷിതമായ ഞങ്ങളെല്ലാവരും ആദ്യത്തെ രാജ്യത്തിൽ മന്ദിരവും ഗ്രഹണാതീതമാണെയും നിന്റെ യോഗ്യരാക്കി തീർക്കണമേ. പറയുമോ ഞങ്ങളുടെ കർത്താവിന്റെ ദൈവമേ, ആത്മാവിയാത്ര ചെയ്ത് നിന്റെ വിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുള്ളവരുടെ പട്ടണത്തിൽ ചെന്നു ചേരുവാൻ ഞങ്ങളുള്ള നിന്റെ മഹാകരുണയാൽ സന്ധ്യയാക്കുകയും ചെയ്യണമേ. മോഹൻ ും
ഉദാഹരണം ഏത് ശരീരത്തോട് വരുമെന്ന് ചോദിച്ചേക്കാം. നീ വിതയ്ക്കുന്നത് ക്ഷയിക്കുന്നില്ലെങ്കിൽ മുളയ്ക്കുന്നില്ല. നീ വിതയ്ക്കുന്നുണ്ടാകുവാൻ പോകുന്ന ശരീരമല്ല, ഓരോത്തിന്റെയോ മറ്റേതെങ്കിലും ധാന്യത്തിന്റെയോ മഴ മാത്രം. എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനുടേതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യന്റെ ശരീരം ഒന്ന്, മൃഗങ്ങളുടെ ശരീരം മറ്റൊന്ന്, പക്ഷികളുടെ ശരീരം വേറൊന്ന്, മത്സ്യങ്ങളുടെ ശരീരം വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗതിക ശരീരങ്ങളുണ്ട്. എന്നാൽ സ്വർഗീയരുടെ തേജസ്സൊന്ന്, ഭൗതികരുടെ തേജസ് മറ്റൊന്ന്. സൂര്യന്റെ തേജസ്സൊന്ന്, ചന്ദ്രന്റെ തേജസ് മറ്റൊന്ന്. നക്ഷത്രങ്ങളുടെ തേജസ് വേറൊന്ന്. നക്ഷത്രങ്ങളിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. അപ്പോഴാണ് തന്നെയാവുന്നു മറ്റുള്ള ഉത്ഥാനവും. അശ്വരതയിൽ വയ്ക്കപ്പെടുന്നു, അനുശ്വരതയിൽ ഉത്ഥാനം ചെയ്യുന്നു. ധീരമായി വിതയ്ക്കപ്പെടുന്നു, മഹത്വത്തോടെ ഉത്ഥാനം ചെയ്യുന്നു. ബലഹീനതയോടെ വിതയ്ക്കപ്പെടുന്നു, വിശുദ്ധയോടെ ഉത്ഥാനം ചെയ്യുന്നു. ഭൗതിക ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉത്ഥാനം ചെയ്യുന്നു. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ആദിമനുഷ്യനായ മൃഗത്തെ ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആദ്യം ആത്മീയനല്ല, ഭൗതികനാണുണ്ടായത്. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നും ഉണ്ടാക്കപ്പെടും. അങ്ങനെ ആയിരിക്കും സ്വർഗീയരും. ഭൗതികന്റെ സാദൃശ്യം നാം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യം നാം ധരിക്കും. എന്നാൽ എന്റെ സഹോദരന്മാരെ, ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അറിയിക്കാവുന്നതല്ല, അശ്വരമായതിനെ അശ്വരനെ അറിയിക്കാവുന്നതല്ല എന്നും ഞാൻ പറയുന്നു. ഇതാ ഞാൻ ഒരു ദിവസം നിങ്ങളോട് പറയുന്നു, നാം എല്ലാവരും നിത്യപ്രാപിക്കുകയില്ല. അവസാന കാഹളം ഊതുമ്പോൾ കണ്ടുവെക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയമായി പ്രതിഷ്ഠാനം ചെയ്യുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്തെന്നാൽ നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്യതയും ധരിക്കുവാൻ പോകുന്നു. പറയുമോ എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവും നമ്മുടെ സംഭവിച്ചു. സത്യമായി പറയുന്നു, യഥാർത്ഥീയനായി കാണുന്നതല്ലാതെ നമുക്ക് സ്വന്തം ചെയ്യുന്നതല്ല. യഥാർത്ഥീയതെല്ലാം പ്രകാരം ചെയ്യുന്നു. ഉദാഹരണത്തിന് സ്നേഹിക്കുകയും നൽകിയെന്നെല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അത്ഭുതപ്രകാരമായിട്ട് ഇവരെയും കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മത്സ്യം ജീവിക്കുന്നത് പോലെ പുത്രനെ ജീവിക്കുന്നു. പിതാവ് ബഹുമാനിക്കാൻ ഞാൻ മക്കളെ പ്രചരിപ്പിച്ചിരിക്കുന്നു. സത്യവാചനോട് പറയുന്നു, ബഹുമാനിക്കാത്തവനെയും ബഹുമാനിക്കുന്നില്ല, പുത്രനെ ബഹുമാനിക്കും പിതാവിനെയും ബഹുമാനിക്കുന്നു. സത്യവാചനോട് പറയുന്നു, ജീവനുണ്ട്, നമ്മുടെ ജീവനെ കടന്നിരിക്കുന്നു. സത്യവാചനോട് പറയുന്നു, മത്സ്യം ഗർഭത്തിൽ ഇപ്പോൾ തന്നെയും വന്നു. എന്തെന്നാൽ പിതാവിനെ തന്നെ ജീവനും നൽകിയിട്ടുണ്ട്. പരിവേൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ അവൻ ശുദ്ധനാകുന്നു. ശൗര്യത്തിന് ശബ്ദം കേട്ട് ജീവന് വേണ്ടിയും വേണ്ടിയും കൊടുത്തായിരുന്നു. എല്ലാവരും സമയത്തും ഉണ്ടാകട്ടെ. ബഹുമാനകാരികളെ പിതാവിനെയും 4 ആൺമക്കളെയും വ്യക്തിപരമായിട്ട് അറിയാൻ ഒരുപാട് ശിക്ഷയാണ് ഉപ്പാപ്പനുള്ളത് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്.
അതിൻ്റെ ഗവൺമെൻറ് സഭയിൽ ക്രിയാക്കുന്ന നല്ല ഗവൺമെൻറ്റാണ്. അത് കഴിവുള്ള ഒരു സിസ്റ്ററാണ് ഹെലൻ. ആ ഹെലിൻ്റെ സ്വന്തം കൂടി ഞാൻ വരാൻ കഴിവുന്നതാണ്. ഈ യോഗത്തിൻ്റെ സർവീസിലാണ് ഞാനിവിടെ വരുന്നത്. എല്ലാവരും ദൈവമുള്ള കുഞ്ഞുങ്ങളാണ്. ഭാര്യയും ഭർത്താവും ദൈവികരായിരുന്നു. ചിന്തയും അച്ഛനും മാതാപിതാക്കളെ ജീവിച്ചതോടെ നിങ്ങളെല്ലാം സാക്ഷികളാണ്. നല്ല ജീവിതം നല്ലതാണെന്നുള്ള അടക്കം. ജീവിതം 4 സ്റ്റേജാണ്. ഗർഭവാസം ചെയ്യുന്നുണ്ട്, മുട്ടയ്ക്ക് വന്നിരിക്കുന്നതാണ്. പുറത്ത് പുതുവായിട്ട് വരുന്നപോലെയാണ് ഭൂമിയിൽ ജീവിതം. സമാധി പ്രവേശനമാണ് 4ാം ജീവിതം. ചിത്രസഭയിൽ വന്നു നിന്നാണ് 4ാമത്തെ സ്റ്റേജ്. കർത്താവ് ഉണ്ടാവുന്ന വരുമ്പോൾ ഈ ഭൂമി ചിത്രസഭമായി വന്നു വരും. ഈ മർദ്ദം അമർത്യമാകും. ഈ കോൺക്രീറ്റ് സറ്റിലാകും. അടച്ച ഉള്ളിൽ വരാനുള്ള കർത്താവ് ഉയർപ്പത്തിലേക്കും ചെയ്യും. അങ്ങനെ ഒരു ശരീരത്തിലേക്ക് മാറും. അതാണ് ആഴത്വം, ദൈവമായിട്ട് സംസർഗം. ആ ഉൾക്കണ്ണ് തെളിഞ്ഞ ഒരു മനുഷ്യനാണ് ഈ എബ്രഹാം. ദൈവീയമായ പാരമ്പര്യ കുടുംബമാണ്. ഈ പള്ളി വളരെയധികം കിടക്കുന്ന ഒരു നല്ല പള്ളിയാണ്. ഒരു അതിലൂടെ പൊളിയുമ്പോൾ മറ്റുള്ളവർക്ക് കടമയുണ്ട്. അത്രയും ഭക്തിയോട് ജീവിക്കുകയും തലമുറകളെ നടത്താൻ ഒരു പള്ളിയാണ്. അത് പരിശോധിച്ചാൽ പ്രയാസമാണ്. പണ്ട് അപ്പനമ്മയും കുഞ്ഞും ഒന്നായിരുന്നു. ഇപ്പോൾ ഓരോരുത്തരും വ്യക്തിയാണ്. ഇന്നത്തെ ഞാൻ പല പ്രശ്നം കളിയാക്കി പറയുമായിരുന്നു. എനിക്കും ഭാര്യയും മക്കൾക്കും എന്ന് പറഞ്ഞ ഓരോരുത്തർ ജീവിക്കുകയാണ്. ഞാൻ ഭാര്യ മക്കളെന്നുള്ള സ്വാർത്ഥത. ഇപ്പോൾ അത് മാറി. ഞാൻ വേറെ, ഭാര്യ വേറെ, മക്കൾ വേറെ. അങ്ങനെ വ്യക്തിത്വത്തിന് പ്രാധാന്യം വന്ന കുടുംബത്തിന് യൂണിറ്റ് ഓടുന്ന ഒരു കാര്യമാണ്. സ്നേഹം കുറയും. ആ സ്നേഹം വർദ്ധിപ്പിക്കാനാണ് കുടുംബങ്ങളെ ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ കുടുംബങ്ങളായിരിക്കും സ്നേഹത്തിൽ ഒന്നായി പോകും. ഒരു വ്യക്തിക്കും സാധനം വസ്തുതയില്ല. അപ്പനും അമ്മയൊന്നും കുടുംബങ്ങളിലെ ഒരു വ്യക്തികളായിരുന്നു. അതുകൊണ്ട് കുടുംബമാണ് പ്രധാനം. ആ കുടുംബത്തിന് ഒരു മെച്ചം വന്നിരിക്കും. പക്ഷെ മാതാവിനോട് വയസ്സ് നോക്കിയില്ല. ദൈവം ദൈവത്തിൽ കൊടുത്താൽ മതി, കൊച്ചുമക്കളെ പഠിച്ചാൽ മതി. ഈ ബാക്കും ബുദ്ധിയന്മാർ തലമുറയിൽ മക്കൾ വരും. ദൈവം അനുഗ്രഹിക്കട്ടെ. ദാസന്റെ ആത്മാവിനെ നൽകട്ടെ. എല്ലാവരും വിജയമായിരിക്കും. ദുഃഖത്തോട് സങ്കടത്തോടുകൂടി യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ തുല്യരായി സ്വതന്ത്രം. ആത്മാക്കളുടെയും സകലങ്ങളുടെയും ദൈവമായ വിശ്വാസങ്ങളാണ് എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവർക്ക് ഞങ്ങളുടെ സഹോദരി ആത്മാവിനെ രക്ഷിച്ച് സ്വർഗീയ വ്യവസ്ഥയെ ലഭിക്കുമാറാകണമേ എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. Amen.
എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കർത്താവ് വരും, അത് ഏൽപ്പിക്കും, ശരണം നൽകും. കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നു. നിങ്ങൾ വിഷം കൊണ്ടുടയോനെ മുതലേ ജീവിപ്പിക്കും. നിങ്ങളോടം നിങ്ങളുടെയോനാഗതനായിടും മുതലേക്കും സുഗീത പാടും Thank you.
അന്വേഷിച്ച് മാത്രം നമ്മൾ കൈവരിച്ചാൽ മതി. ആകാശപ്പിച്ച് കർത്താവിനാണെങ്കിലും ആത്മീയമായ വിശ്വാസം നമസ്കാരം ശുശ്രൂഷകളും നമ്മെ അനുഗ്രഹിച്ച അഭ്യർത്ഥനായ മുഖഭവനത്തിലേക്ക് കടന്നു വരികയും ഇതിൽ പങ്കെടുക്കുകയും ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി പൗരക്കാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. സംസ്കാര സൂക്ഷിക്ക് ശേഷം ഒരു ചെറിയ കാപ്പി സൽക്കാരം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽക്കൂടി പങ്കാളികളായതിനു ശേഷമേ മടങ്ങിപ്പോകാവുന്ന കാര്യം. അവിടെ കൊടുത്തില്ലേ? പറഞ്ഞു വിശ്വാസങ്ങൾ വാങ്ങിപ്പോലെ മുന്നപ്പെടുത്തുമാറാകട്ടെ. ബലഹീനവും കുറവുമായാണ് നമസ്കാരം ശുശ്രൂഷകളും നിന്നെ സുവാസമാക്കപ്പെട്ട് അംഗീകരിക്കപ്പെടുക ആജ്ഞാപി തീർക്കണമേ. ആപോ കുറവോ കാതീശോ വശോ കുരിശുവാൻ ലോൽമേ ആമീൻ. മൺമയമാമീ ഉലകിൽ കാൺമതും മായ വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാ